ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു മുന്തിരി അച്ചാറാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: പാൻ ചൂടായി ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ആയി, ഇത് കോരിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മുന്തിരിയല്ലേ, പെട്ടെന്ന് കരിയും. ഞാൻ ഈ ബാക്കിയുള്ളത് കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ. ഞാൻ മുന്തിരിയെല്ലാം വറുത്തെടുത്തു. ഇനി ഈ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ക്രഷ് ചെയ്തത്, ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പുളിവെള്ളമാണ്, അതുകൂടി ചേർക്കുക. ഇതൊന്ന് തിളക്കട്ടെ. ഇത് തിളച്ചു. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ്, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള ഉപ്പ് മതി. ഇനി ഒന്ന് തിളക്കട്ടെ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1.5 ടീസ്പൂൺ ഉഴുന്നും വറുത്ത് പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല തിക്കായി കിട്ടും നമ്മുടെ മുന്തിരി അച്ചാർ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. മുന്തിരി അച്ചാർ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ചേർക്കാം. ഇതിപ്പോൾ ഒരു ചുങ്ങിയും കൊണ്ടാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വീർത്ത് കിട്ടും. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പിടുക. ഇതാ മുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റുള്ള അച്ചാറാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, കുറേ ടൈമൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്തൂ.